പാലക്കാട് തൃത്താലയിൽ ഗ്രേഡ് എസ്ഐയെ കാറിടിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. മദ്യപാനം മറയ്ക്കാനാണ് എസ്ഐയെ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് യുവാക്കളുടെ മൊഴി. ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഒന്നാം പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഇയാളുടെ ഫോൺ പരിശോധിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. രണ്ടുപേരെ ഉള്ളൂ. നിലവിൽ നമുക്ക് അന്വേഷിച്ച് രണ്ടുപേരെ അറിയുന്നു. ഇവര് മദ്യപിച്ചതിന് ശേഷം പറയുന്നത് സൊസൈറ്റി ഇരിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നില്ല. ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ പ്രതികളുടെ മൊഴി അത് വിശ്വാസയോഗ്യമല്ല എന്ന് പോലീസ് പറയുമ്പോൾ മറ്റെന്തെങ്കിലും സംശയമുയർത്തുന്ന തെളിവുകൾ ലഭിക്കുന്നുണ്ടോ? ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത് കുടുംബത്തിന് പുറമെ? ഗോകുൽ, മദ്യപിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് യുവാക്കൾ സുഹൃത്തുക്കൾ ഈ വെള്ളിയാങ്കല് പുഴയുടെ സമീപത്ത് ഒത്തുകൂടിയത് എന്നുള്ളതാണ് പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ഈ മൊഴി ഇപ്പോൾ പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ മുഖ്യപ്രതിയായിട്ടുള്ള അലൻ ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അലന്റെ മൊബൈൽ ഫോണും ഇപ്പോൾ പോലീസിന്റെ കൈവശമാണ്. അത് കൂടുതൽ പോലീസ് പരിശോധിച്ചു പോരുകയാണ്. അതോടൊപ്പം ഈ സംഭവം നടന്നതിന് പിന്നാലെ പ്രതികൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചു എന്ന് പോലീസ് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് സഹായം നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തെത്തിച്ച് പ്രതികളുടെ തെളിവെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയാക്കി അവരെ ആലത്തൂർ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ തൃത്താല എസ്ഐ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 4ാം ദിവസവും ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഗോകുൽ, ശരി. പോലീസുകാരനെ ഇടിച്ച് വീഴ്ത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികളുടെ മൊഴി. പോലീസ് ഇപ്പോൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. കൂടുതൽ പേര് ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.